സുഹൃത്തുക്കളെ, ഞാൻ എല്ലാ വിഷയത്തിലും ഞാൻ പ്രതികരിക്കുന്ന പല വിഷയങ്ങൾക്കകത്തും ആരെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും പറയുകയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇന്ന് വരെ പൈസ മേടിച്ചു കൊടുത്തതിന്റെ അടുത്ത് ഒരു സാധനം ചെയ്തിട്ടില്ല, നാളെ ചെയ്യില്ലാന്നും പറയുന്നില്ല ചിലപ്പം. പക്ഷേ എന്തായിരുന്നാലും പൈസ മേടിച്ച ഒരാൾക്ക് എതിരെ സ്റ്റോറി എന്തായാലും ചെയ്യില്ല. ഒരാളെ പ്രൊമോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റിലവന്റ് ആയിട്ട് തോന്നുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗതികെടുന്നൊരു സമയത്ത്, ഇപ്പം നിലവിൽ അങ്ങനത്തെ ഗതികേടുകളൊന്നും എനിക്കില്ല, സമീപകാലത്ത് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നല്ല 4 ദിവസം പട്ടിണി കിടന്ന് അല്ലെങ്കിൽ വാടക കൊടുക്കാനില്ല, അങ്ങനെയൊക്കെയുള്ള സ്ഥിതിയൊക്കെ നിൽക്കുന്ന സമയത്താണെന്ന് ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. എനിക്ക് കൃത്യമായിട്ട് വാടക കൊടുക്കാൻ കഴിയും. എനിക്ക് ഇവിടെ ശരിക്കും ഈ ഫ്ളാറ്റിന് 25,000 രൂപയോളം റെന്റുള്ള ഫ്ളാറ്റാണ്. പക്ഷെ എന്റെ അളിയന്റെ ഒരു കെറോഫിലും അങ്ങനത്തെ ചില കണക്ഷൻ കിട്ടിയോണ്ട് 16,000 രൂപയെ ഫ്ളാറ്റിന് റെന്റുള്ളൂ. 3 ബെഡ്റൂം ഉണ്ട്, ബാക്കിയുള്ള സൗകര്യങ്ങളുണ്ട്, നീന്തൽക്കുളമുണ്ട്, പിന്നെ സൈക്ലിങ്ങിനുള്ള സൗകര്യമുണ്ട്, എല്ലാം ജിമ്മുണ്ട്, എല്ലാം ഉണ്ട്. ജിമ്മിൽ ഞാൻ പോയിട്ടില്ല, ഇന്ന് വരെ കയറിയിട്ടില്ല. പാർട്ടി ഹാളുണ്ട്, ഒക്കെ ഉണ്ട്. അത് പിന്നെ ഈ 16,000 രൂപയ്ക്ക് പുറമെ 3,500 രൂപ മെയിൻ്റനൻസ്. നമ്മളൊന്നും അറിയണ്ട, പഴുതാര വരുന്നില്ല, പാറ്റ വരുന്നില്ല, പല്ലി വരുന്നില്ല, ഒന്നും വരുന്നില്ല. നമ്മളിതൊക്കെ ഇതിന്റെ ഇടയിലാണല്ലോ ജീവിച്ചത്. അപ്പൊ ഇനിയിപ്പോ ഈ വയസ്സുകാലത്ത് 47 വയസ്സ് തികഞ്ഞു കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന്. അപ്പൊ ഇനിയുള്ള കാലത്ത് നമ്മൾ വേറൊന്നിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, പൈസയെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല, സമ്പാദിച്ചു വെക്കണമെന്ന് ആലോചിക്കുന്നില്ല, ആരുമില്ല. എനിക്ക് മക്കളില്ല, ഒന്നുമില്ല, ഒരു സംഭവമില്ല. പിന്നെ ഞാനതിനെ എന്തെങ്കിലും നോക്കണേ, ഞാൻ വളരെ എൻജോയ് ചെയ്ത് ജീവിക്കുകയും രാവിലെ 1 മണിക്കൂർ നടക്കും, സൈക്കിളിൽ 1/2 മണിക്കൂർ പോകും, 1/2 മണിക്കൂർ നീന്തും, വൈകിട്ടും 1 മണിക്കൂർ നടക്കും, 1/2 മണിക്കൂർ സൈക്കിളിൽ പോകും, 1/2 മണിക്കൂർ നീന്തും. സൈക്കിൾ മേടിച്ച് തന്നെ ആലോചിക്കണം. 46-ാമത്തെ വയസ്സിലാണ് സൈക്കിൾ മേടിക്കുന്നത്. LP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മേടിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് വരെ പപ്പയോട് പറഞ്ഞിട്ടില്ല വേണമെന്ന്. ബേബി സൈക്കിൾ ഉണ്ടായിരുന്നു, ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ. അത് പപ്പയുടെ പപ്പയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. അങ്ങനെ 2 പേർക്ക് പുറകിലിരിക്കാവുന്ന. ഞാനും എന്റെ അന്ന് ചെറിയ അനിയത്തി ഉണ്ടായിട്ടില്ല, അവളുണ്ടാകുമ്പോഴത്തേക്ക് അത് നാശമായിപ്പോയി. കാരണം എന്റെ വലിയ നേരെയുള്ള അനിയത്തിനെ പുറകിലെടുത്തിട്ട് ഞാൻ ഇങ്ങനെ സൈക്കിൾ ഓടിക്കുകയായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തെ അങ്ങനെ കാണുന്ന ഒരാളാണ്. പിന്നെ എനിക്കെതിരെ നിരന്തരമായിട്ട് ഞാൻ ഏതെങ്കിലും പെണ്ണുങ്ങൾക്കെതിരെ എന്തെങ്കിലും സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുണ്ട് കുറെ വിപ്ലവകാരികൾ, കമ്മി വനിതകൾ, അവർ വന്നിട്ട് അവരുടെ കൂടെയുള്ള DYFIക്കാരെ പാർട്ടി നേതാക്കന്മാർ പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനെതിരെ മിണ്ടൂല. നിങ്ങൾ സ്ത്രീകളെ അപമാനിച്ചു എന്നൊക്കെ പറയും. അവമാനിക്കൂടി, ഇനി അവമാനിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനി അവമാനിക്കും, നിങ്ങൾ കേസ് കൊടുക്കുക. പോയിട്ട് കേസ് ഇങ്ങനെ കുറെ കേസാകുമ്പോൾ രസമാണ്. പിന്നെ അതൊരു ഹരമാവും. അപ്പം ഇവര് ഈ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. എനിക്കെന്ത് സ്ത്രീവിരുദ്ധത. എന്റെ മമ്മി സ്ത്രീ ആയിരുന്നില്ലേ, എന്റെ അനിമാര് സ്ത്രീകാരല്ലേ, എന്റെ അയലോക്കത്തുള്ള എന്റെ സുഹൃത്തുക്കളുടെ ഉമ്മമാര് സ്ത്രീകളായിരുന്നില്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്റെ ഒരു അയലോക്കത്തുണ്ടായിരുന്ന സെക്കനാത്തനെ കാണാൻ വേണ്ടി പോകാൻ നിൽക്കുക. അടുത്ത ദിവസം മഴയിൽ നിന്ന് തുറന്നിട്ട് വേണം പോകാൻ. അനിയത്തി അവളും വരണമെന്ന് അവളാണ് കൂടുതൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കണേ. എന്റെ അനിയത്തിമാര് സ്ത്രീകളല്ലേ, എന്റെ കസിൻസിന്റെ ഭാര്യമാര് സ്ത്രീകളല്ലേ, എന്റെ സ്ത്രീകളായിട്ടുള്ള കസിൻസ് ഇല്ലേ, എന്റെ സുഹൃത്തുക്കൾ, എന്റെ കൂടെ ജോലി ചെയ്യുന്നവരില്ലേ. അതിൽ 1-2 എണ്ണത്തിനാന്ന് വെച്ചാൽ അവളുമാർക്ക് വേറെ കുറച്ച് കടപ്പ് കൂടിയപ്പോൾ ഞാൻ ചില കാര്യങ്ങൾക്കകത്ത് സ്ട്രോങ് ആയിട്ട് എന്റെ അനുമതി ഇല്ലാതെ ഒരു സാധനം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, സ്ക്രിപ്റ്റ് എന്നെ കാണിക്കണം എന്നുള്ളത് ഞാൻ അവിടെ ഇതിന്റെ ചാനലിന്റെ ഉടമകളെ കൊണ്ടും നാടക ന്യൂസിലാകുമ്പോഴാണ് ചീഫ് എഡിറ്റർ ആയിരുന്ന മാത്യു സാമുവലിനെ കൊണ്ടും എന്താ പറയാ, ഈ വിജ്ഞാപനം പോലെ, ഗസറ്റ് വിജ്ഞാപനം പോലെ കർശനമായി ഗ്രൂപ്പിനകത്ത് അവർ പോസ്റ്റ് ഇട്ടു. ഇനി ഏത് സാധനം ഇവിടുന്ന് കയറണം എന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ രാജൻ സ്ക്രിപ്റ്റ് കാണിച്ച് അപ്രൂവൽ തന്ന സാധനം മാത്രമേ ഷൂട്ട് ചെയ്യാവൂ എന്ന് ക്യാമറാമാൻമാർക്കും ബാക്കിയുള്ളവർക്കും ഇത് കൊടുത്തു. എന്റെ ഫൈനൽ അപ്രൂവൽ കിട്ടണം എന്നുള്ളത് നോക്കാൻ ബ്യൂറോ ചീഫ് ഉണ്ട് അവിടെ, ഒരു ലോറൻസ് ഏട്ടൻ, കൈരളി ചാനലിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള വളരെ പ്രായമുള്ള സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റാണ്. എനിക്ക് ജേർണലിസത്തിന്റെ ABCD ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് ഒരിത്തിരി ഇവർക്കില്ലാത്ത ചെറിയ സാധനം നമുക്കുണ്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, നമ്മൾ പ്രേക്ഷകന്റെ മനസ്സിലാണ് നിൽക്കണേ. അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങൾക്കകത്ത് ഫാക്ചറൽ എറർ വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഇടപെടും. അത് ക്ലിയർ ചെയ്യാതെ അപ്രൂവൽ കൊടുക്കൂല. അവർ ദിവസം 2 സ്റ്റോറി ഒരാൾ വീഡിയോ സ്റ്റോറി ചെയ്യണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ വെബ്സൈറ്റിൽ 5 ടെക്സ്റ്റ് സ്റ്റോറിയും ചെയ്യണം എന്നുള്ളതാണ്, അല്ല 7 ആ ടാർജറ്റ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത അവരെ കുഴപ്പം. അവർക്ക് എന്താ വെച്ചിട്ട് എങ്ങനെ എളുപ്പപ്പണി എടുക്കാന്ന് ഇരുന്നുമ്പോൾ നമ്മളത് നിൽക്കൂല. പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നിയാൽ എടുക്കും, തോന്നിയിട്ടില്ലെങ്കിൽ എടുക്കൂല. അതന്നെ എഗ്രിമെന്റ് ആദ്യമേ ഉള്ളത്. കാരണം എന്റെ ഓടുന്നുണ്ടായിരുന്നു അന്ന്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് അപ്പൊ അങ്ങനെയുള്ള 1-2 എണ്ണം ഉണ്ട്. അവിടെ നിന്ന് എന്റെ അടുത്ത് പണിഷ്മെന്റ് കിട്ടിയവർ അവര് കടന്ന് ഈ സൈബറിടത്തിൽ കടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന്മാർക്ക് എന്തൊരു കൊള്ളാന്നുള്ളത് എനിക്കറിയാം. ഞാൻ അവർക്ക് മറുപടി കൊടുത്തിട്ട് അവരെ വലുതാക്കാൻ പോകുന്നില്ല. അവർ കടന്നിട്ട് നിങ്ങൾ ആരാണ്, നിങ്ങൾ അങ്ങനെ ഇതില്ലേ, ഇവരെ സാധനം കൃത്യമായിട്ട് ഇവർ എന്തെങ്കിലും ഊളത്തറ എഴുതിയിട്ട് വന്നു കഴിഞ്ഞാൽ വായിച്ചു നോക്കും. പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വരാണ്, അവിടെ പ്രിന്ററും വെച്ചിട്ടുണ്ട്. കാരണം അല്ലാതെ അവർ വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, അതിന്റെ സിഇയോട് പറഞ്ഞു പ്രിന്റർ മേടിച്ചു വെക്കണം, പ്രിന്റ് ഔട്ട് എടുത്തിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറ.
ഞാൻ ടെറസിൽ ഇരിക്കുക. ഞാൻ സിഗരറ്റ് വിളിക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഓഫീസിലൊന്നും ഇരിക്കാറില്ല. ഞാൻ വീട്ടിൽ ടെറസിൽ എപ്പോഴും ഇരിക്കുക. എനിക്ക് അവിടെ എനിക്കും മാത്യു സാമുവലിനും അവിടെ ഒരു മേശയുണ്ട്, 2 കസേരയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഇരിക്കുക. പുള്ളി എളുപ്പം പോകും, ഞാൻ അവിടെ തന്നെ ഇരിക്കും. ഇവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ പറയും ഒരു കസേര കുറച്ച് അകത്തിട്ടോളാൻ പറയും. കാരണം ഈ പുകയുടെ ഇതുണ്ടാവണ്ടെന്ന് വേണ്ടിയിട്ട്. ചെയിൻ സ്മോക്കിംഗ് ഉണ്ടായിരുന്ന സമയമാണത്. ഇറ്റ് വാസ് ഇൻ 2022 2022. അപ്പൊ ഞാൻ പിന്നെ ഇവരുടെ ചില സ്റ്റോറികളൊക്കെ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞിട്ട് ഞാൻ വന്ന് മൊത്തം മാറ്റണം, അടിമുടി മാറ്റണം. എന്നിട്ട് ഞാൻ ബുള്ളറ്റ് പോയിന്റ്സ് പറഞ്ഞു കൊടുക്കും. ഇന്ന രീതിയിൽ ഫ്രെയിം ചെയ്യണമെന്ന് പറയും. ജേർണലിസ്റ്റ് പറഞ്ഞിട്ടല്ല, ഞാൻ ജേർണലിസ്റ്റ് ആണെന്ന് എപ്പോഴും അവകാശപ്പെടാത്ത ഒരാളാണ്. എന്റെ വായി തോന്നുന്നു വിളിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ. സാധാരണക്കാരനാണ്. പശുവിനെയും ആടിനെയും പോത്തിനെയും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന, നെല്ല് കൃഷി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന, 2 വർഷം മുമ്പ് വരെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് 2 വർഷമായിട്ടുള്ള ഈ മേഖലയിലേക്ക് വന്നിട്ട്. ഇന്നും എനിക്ക് പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇന്ന് എന്റെ അനിയത്തിന്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു, എനിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവിടെയൊക്കെ പാട്ടത്തിന് വല്ല ഇച്ചിരി സ്ഥലം എടുത്തിട്ട് പച്ചക്കറി കുടിച്ചിട്ടാലും തോന്നാറുണ്ട്. വല്ല ലാഭം കിട്ടാനില്ല. ഇച്ചിരി ചീര, ഇച്ചിരി പയർ, ഇത് എന്തെങ്കിലും വേണ്ട ഇതൊക്കെ കുടിച്ചിട്ട് പിന്നെ മത്തന്റെ ഇല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മത്തങ്ങ എനിക്ക് ഇഷ്ടമല്ല, മത്തന്റെ ഇല ഇഷ്ടമാണ്. പയറിന് ഇഷ്ടമാണ്, പയറിന്റെ ഇല ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പിന്നെ പച്ചക്കറി എന്ന് പറയുന്നത് ഇതാണ്, പാവയ്ക്കയാണ്. പിന്നെ സീ ഫുഡാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇറച്ചിയേക്കാളും ബാക്കിയുള്ളതിനേക്കാളും ഒക്കെ സീ ഫുഡ് അതെല്ലാം കഴിക്കും. പന്നിയിറച്ചി കഴിക്കുകയല്ല, പന്നിയിറച്ചി കഴിച്ചിട്ടുണ്ട്, മാനിറച്ചി കഴിച്ചിട്ടുണ്ട്, കുയിലിന്റെ ഇറച്ചി കഴിച്ചിട്ടുണ്ട്. പിന്നെ ഫോറസ്റ്റുകാരന്റെ കേസൊക്കെ ഒന്നും എനിക്കറിയില്ല. കുയിലിന്റെ ഇറച്ചി കഴിച്ചിട്ടുണ്ട്, മാനിന്റെ ഇറച്ചി കഴിച്ചിട്ടുണ്ട്. പിന്നെ തവള, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമായിരുന്നു തവളയുടെ ഇറച്ചി ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. പന്നിയിറച്ചി, കാട്ടുപന്നിയിറച്ചി കഴിച്ചിട്ടുണ്ട്. ഫോറസ്റ്റുകാർ വരട്ടെ, അപ്പൊ ഞാൻ കൊടുത്തോളാം സംഭവം, കേസിന് വരട്ടെ എന്നേ. ഇതെല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ കഴിക്കാത്ത മയിലിന്റെ ഇറച്ചി കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിക്കാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പട്ടി, പാമ്പ്, പൂച്ച തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ. പട്ടിയോടും പൂച്ചയോടൊക്കെ സ്നേഹമുണ്ട്. പിന്നെ ഈ പാമ്പിനെ എന്ന് പറഞ്ഞാൽ പെരുമാമനെയാണ് തിന്നുക. പെരുമാമന് അതിന്റെ രൂപം കാണുമ്പോഴേ നമുക്കൊരു അറപ്പുണ്ട്. തവളയ്ക്ക് ആ രൂപത്തിന്റെ അറപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ തവളയുടെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ തവളയുടെ അറപ്പൊക്കെ നമ്മൾ വിട്ടുപോയി. അത്രയും രസമുള്ള സാധനമാണേ. കൂന്തലിന്റെ ടേസ്റ്റ്, പിന്നെ കൂന്തൽ മീൻ സീ ഫുഡാണല്ലോ. ഈ സാധനത്തിന്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും തിന്നാൻ തോന്നുന്നു. ഇത് വെച്ച് കഴിഞ്ഞാൽ എന്ത് രസമാണ് കൂന്തൽ റോസ്റ്റൊക്കെ. അപ്പൊ അതേപോലെ ഞാൻ തിന്നാറുണ്ട്. എനിക്ക് പച്ചക്കറിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഒന്ന് പാവയ്ക്കയാണ്. പാവയ്ക്കയാണ് എങ്ങനെയും കഴിക്കും. അതിനകത്ത് തേങ്ങ പോലും ചേർക്കേണ്ടെന്നുള്ള ഇപ്പോഴേക്കാണ്. പാവയ്ക്ക എന്ത് ചെയ്താലും ഞാൻ കഴിക്കും. പാവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പക്ഷെ അതുപോലെ മുള്ളൻ പാവയ്ക്ക അതൊക്കെ ഞാൻ കൊണ്ടുവന്നിരുന്നത് ഇത്തിരിയുള്ള സാധനം. ഒരു 50 എണ്ണം വേണം നമുക്ക് 4 പേർക്ക് കറി വെക്കണമെങ്കിൽ. അതിന്റെയൊക്കെ സീഡൻ എടുത്തിട്ടുണ്ട് ഇപ്പോഴും. ഞാനതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു തരം പ്രത്യേകതരം ഇതുണ്ടായിരുന്നു. പോട്ടെ, അതിന്റെ പേര് കിട്ടുന്നില്ല. ഓക്കെ, വളരെ അപൂർവമായി അതൊക്കെ പിന്നെ ട്രൈബൽസിന്റെ അടുത്ത് ഞാൻ സംഘടിപ്പിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. പ്രകൃതിദത്തമായിട്ടുള്ള സാധനങ്ങളാണ്. പോട്ടെ, ഞാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് വരാം, വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഇന്നലെ ജസ്ന സലീമിനെ കണ്ടു. ഇന്നലെ വൈകിട്ട് ഞാൻ പിന്നെ യാദൃശ്ചികമായി വേറൊരു സ്റ്റുഡിയോയിലേക്ക് പോകേണ്ടി വന്നു. എടപ്പള്ളി റെൻഡേ ക്യാമറ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ എനിക്ക് യാദൃശ്ചികമായിട്ട് പോകേണ്ടി വന്നു. കാരണം ഞാൻ അവിടെ അങ്ങനെ പോകാത്ത ഒരാളാണ്. പക്ഷെ ഒരു സ്റ്റോറി എടുക്കാം, 2 സ്റ്റോറി എടുത്തു കൊടുക്കാൻ പറ്റും. 1 മണിക്കൂർ നേരത്തേക്ക് പിന്നെ ആ സ്റ്റുഡിയോയിലേക്ക് എനിക്ക് പോകേണ്ടി വന്നു. പേയ്മെന്റ് മേടിച്ച് നമ്മൾ പോയിരുന്നേ. ചെന്ന് 5:30ക്കാണ് ബുക്ക് ചെയ്ത്. ഞാൻ അവിടെ ചെന്ന് എനിക്ക് കയറുമ്പോണ്ട് ഒരു പിന്നെ 3-4 പേരിങ്ങനെ ഇറങ്ങി വരുന്നു. അതിൽ പിന്നെ പെൺകുട്ടി എന്നെ കണ്ടപ്പോൾ എന്നെക്കാൾ പ്രായത്തിനുള്ള ഏതാണെന്ന് തോന്നുന്നു. എനിക്ക് 46, അവർക്ക് അത്രയൊന്നും ഉണ്ടാവില്ല. പിന്നെ 10, 35, 36 ഉണ്ടാവുള്ളൂ. ചിരിച്ചു ഇങ്ങനെ. എനിക്കറിയാം ഇസ്ലാം സലീമാണെന്നുള്ളത്. പക്ഷെ ഞാൻ പിന്നെ എന്റെ സ്വഭാവമുണ്ട്, ഞാൻ അങ്ങനെ നിങ്ങൾ ഇസ്ലാം സലീമല്ലേ എന്നൊന്നും പറയില്ല. ഞാനിപ്പോൾ അഥവാ മാക്സിമം പറഞ്ഞാൽ നിങ്ങളെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്നേ പറയുള്ളൂ. നിങ്ങൾ ആരാണെന്നേ ചോദിക്കുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഇവർ കരുതും നമ്മൾ വലിയ സംഭവമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഖത്തറിൽ ഞാൻ ചെയ്യുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴുള്ള ഒരൊറ്റ ഫോട്ടോ എടുത്തില്ല. ഏതെല്ലാ സെലിബ്രിറ്റികളുടെ കൂടെ ഒരുമിച്ച് വേദി പങ്കിട്ടിട്ടുള്ള ഫോട്ടോ, അല്ലാതെ അവരുടെ കൂടെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തിട്ടുള്ള ഫോട്ടോ വളരെ കുറവാണ്. അത് ചെയ്തിട്ടുള്ളത് സന്ദീപ് വാര്യരും പിന്നെ മേജർ രവിയും പിന്നെ മുസ്ലിം ലീഗിന്റെ നിജമത് ഹഫീറൊക്കെ വന്നപ്പം ഞങ്ങൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് എന്റെ. അല്ലാതെ ഞാൻ ഇങ്ങനെ എത്ര ആൾക്കാർ കൂടെ വേദി പറയാമല്ലോ. ജോയ് മാത്യു, നടൻ ജോയ് മാത്യു, നിലപാടുള്ള രാഷ്ട്രീയ ബോധമുള്ള, സാമൂഹ്യ ബോധമുള്ള, അർപ്പണ മനോഭാവമുള്ള, തിക്താനുഭവങ്ങളിലോ കടന്നു വന്ന പോരാളിയായിട്ടുള്ള ജോയ് മാത്യു. ആ ജോയിയേട്ടന്റെ കൂടെ ഞാൻ 2012 വർഷം മുമ്പ് ഞാൻ ഗൾഫിൽ പിന്നെ ഖത്തറിൽ ഒരു വേദി പങ്കിട്ടതാ. ആ വേദി പങ്കിട്ടപ്പം അന്ന് അദ്ദേഹം അമൃത ചാനലിന്റെ മിഡിൽ ഈസ്റ്റ് ഹെഡാ, ചീഫാണ്. ആ പരിപാടിയുടെ പോലും ഫോട്ടോ എടുത്തില്ല. അന്ന് ഖത്തറിലെ അതിന്റെ ചാർജുള്ള പ്രതിഭട്ടനാണ് പിന്നെ ആ ഫോട്ടോ എടുപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു. പ്രതിഭട്ടനോട് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഞാൻ അങ്ങനെ സെലിബ്രിറ്റികളുടെ മൗസൂൻ നായർ കൂടെ, കവി, അങ്ങനെ എത്ര ആൾക്കാരുടെ കൂടെ ഏത് പരിപാടി ഉണ്ടായാലും, ഏത് സംഘടന, മുസ്ലിം ലീഗിന്റെ KMCC,
CPM-ന്റെ സംസ്കൃതി, ഖത്തറിലെ സംഘടനകളാണ്, കോൺഗ്രസിന്റെ ഇൻകാസ്, CPI-യുടെ യുവകലാസാഹിതി, പിന്നെ ബാക്കിയുള്ള മുജാഹിദിന്റെ സംഘടനകൾ, പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനകൾ, സുന്നികളുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സംഘടന മുജാഹിദിന്റെ പരിപാടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. ഷമീർ ഹസൻ എന്ന് പറയുന്ന ഖത്തറിലുള്ള എന്റെ സുഹൃത്താണ് കൊണ്ടുപോയത്, വക്രയിൽ പരിപാടി കൊണ്ടുപോയത്. ഒരു 500 പേരുള്ള വലിയ പരിപാടിക്കകത്ത് കൊണ്ടുപോയി ഞാനൊരു മുഖ്യ പ്രാസംഗികനായിട്ട് കൊണ്ടുപോകുന്നു. എന്നെ പ്രാസംഗികനായിട്ട് വിളിക്കുള്ളൂ, അതിഥിയായിട്ട് ചീഫ് ഗസ്റ്റായിട്ട് കൊണ്ടുപോകാറില്ല. കാരണം വെച്ചാൽ ചീഫ് ഗസ്റ്റായിട്ട് അവിടെ കൊണ്ട് വേഷം കിട്ടിയിരിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളത് അവർക്കും അറിയാം. സ്റ്റേജിൽ ഫുള്ളായിട്ട് ഇരിക്കില്ല എന്നുള്ളത് അറിയാം. കാരണം എനിക്കൊരു സിഗരറ്റ് വിളിക്കാൻ തോന്നി ഇടയ്ക്ക് ഇറങ്ങും. എന്റെ പ്രസംഗത്തിന്റെ സമയത്ത് ഞാൻ കയറും. അങ്ങനെയൊക്കെയാണ് എന്റെ പരിപാടി. അല്ലെങ്കിൽ ഞാൻ ഓഡിയൻസിന്റെ ഇടയിൽ ഇരിക്കും. അത് ഇവർക്ക് എല്ലാം അറിയാം. ഫ്രണ്ട്സ് ഓഫ് തൃശ്ശൂർ, പയ്യന്നൂർ സൗഹൃദവേദി, ഫ്രണ്ട്സ് ഓഫ് തിരുവല്ല, പിന്നെ തൃശ്ശൂർ ജില്ലാ സൗഹൃദവേദി, 2 സംഘടനയുണ്ട്, ഒരു സ്പ്ലിറ്റാ. ഇങ്ങനെ തുടങ്ങി ഒഞ്ചിയത്തുകാരുടെ സംഘടന, ആറമ്പിക്കാരുടെ സംഘടന, അതിനകത്ത് എല്ലാത്തിനകത്തും നമ്മൾ എല്ലാ വേദികളിലും പങ്കെടുക്കുകയും സംസാരിക്കുകയും പല പ്രമുഖരുമായി വേദി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നിന്ന് ഫോട്ടോ എടുക്കാനോ? എന്റെ നാട്ടിൽ മഞ്ചേരിയിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് പോലും മമ്മൂട്ടി വന്നിട്ടുണ്ട്, മറ്റേ അന്ന് ഉർവശിയൊക്കെ കത്തിക്കുന്ന കാലം ഉർവശി വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള മോഹൻലാൽ വന്നിട്ടൊക്കെ ഓരോ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ റോഡ് ബ്ലോക്കായിട്ട് ആൾക്കാർ തിരക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ, എനിക്ക് ലോകത്തൊരാളോട് ആരാധനയില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങനെയാണെങ്കിൽ തിരക്കേണ്ടത് എനിക്ക് എന്റെ പപ്പയും അമ്മയും കാണാനാണ്. മനസ്സിലായില്ല? അതിനപ്പുറത്തേക്ക് ഞാൻ ഇവരൊക്കെ കാണാൻ പോകും, കേൾക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷെ ഈ താരാരാധന മൂത്തിട്ട് ഞാൻ ഒരാളുടെയും ഫാൻസ് അല്ല ജീവിതത്തിൽ, ഒരാളുടെയും ഫാൻസ് അല്ല. എന്റെ പപ്പയുടെ പോലും ഫാനല്ല, എന്റെ മമ്മിയുടെ പോലും ഫാനല്ല, ദൈവത്തിന്റെ ഫാനല്ല. ഗാംഗുലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഗാംഗുലിയുടെ ഫാനല്ല. വിഷയത്തിലേക്ക് വരാൻ പറഞ്ഞിട്ട് ചിലർ കമന്റ് ഇടുന്നുണ്ട്. പിന്നെ സോറി, ക്ഷമിക്കണം, ഞാൻ കാട് കയറിപ്പോയി. ഞാൻ പറഞ്ഞത് ഈ ജസ്ന സലീമിനെ കണ്ടു കഴിഞ്ഞപ്പം ഒന്ന് ചിരിച്ചു. ജസ്ന സലീം എന്നോട് ചിരിച്ചപ്പോൾ ഞാൻ തിരിച്ചും ചിരിച്ചു. എന്നിട്ട് മേലെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ ബാക്കിയുള്ള ടെക്നീഷ്യന്മാരൊക്കെ അവിടെ ഉണ്ട്. എങ്ങനെയുണ്ട്? ആള് ഫേക്കാന്ന് പറഞ്ഞു. ഞാൻ പേഴ്സണലായിട്ട് സംസാരിച്ചതാ. അവരെ ചിലരെ എനിക്ക് പരിചയമുണ്ട്. ആള് ഫേക്കാണ്. പിന്നെ ഒരു ബ്രീഫ് കേസ്, ഒരു സൂട്ട് കേസ് നിറയെ കോസ്റ്റ്യൂംസും മേക്കപ്പ് ഐറ്റംസും ആയിട്ട് വന്നിട്ട് എല്ലാം ഇരുന്നിട്ട് കളിച്ച് തിരിച്ചിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇരുന്നപ്പോൾ എന്നെ ഒരാൾ വേപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കരച്ചിൽ കഴിഞ്ഞിട്ട് പിന്നെയും ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. ആൾ വളരെ ഫേക്കാണ്, ഉഡ്ഡായിപ്പിന്റെ ആളാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്തായാലും ചാനലിന്റെ റീച്ചാണ് നല്ലതെന്ന് പറഞ്ഞു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇന്നലെ അവളിട്ട മഞ്ഞ ഡ്രസ്സിൽ ഇന്നലെ വൈകിട്ട് തന്നെ ആ ചാനൽ അതിന്റെ കുറച്ച് ഭാഗം എയർ ചെയ്തു. ആ എയർ ചെയ്തു നിങ്ങളെ കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കട്ടെ. എനിക്ക് പിന്നെ ഐ എം നോട്ട് ഷുവർ. ഇനി ഒരിക്കലും എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കാണൂല. ഇനി ഞാൻ സ്വയം അറിഞ്ഞ് കണ്ണടയ്ക്കുന്ന ഒരു നിമിഷം ആ കണ്ണ് തുറക്കുമെന്ന് ഞാൻ ഒരിക്കലും കുറങ്ങുന്ന തുറക്കത്ത് പോലെ ഞാൻ ചിന്തിച്ചു. മൂക്കില് പമ്പിടുന്ന സമയത്ത് ഭയങ്കര പെയിന, സഹിക്കാൻ പറ്റൂല. ഞാൻ സിസ്റ്ററിൽ തൊട്ട കാര്യം പറഞ്ഞിട്ടുള്ളൂ, എന്നെ രക്ഷിക്കല്ലേ സിസ്റ്ററെ. കണ്ണനായിരിക്കും ഒരു പക്ഷെ എന്നെ ലൈഫിലേക്ക് കൊണ്ടുവന്നത്. കണ്ണൻ തന്നെയാണ് രണ്ടാമത്തെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റി. കണ്ണനായിരിക്കും കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ ഇവള് ഹിന്ദുമതം സ്വീകരിക്കട്ടെ. ഒരേ സമയം മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും എല്ലാവരെയും പഠിച്ചുകൊണ്ടിരിക്കരുത്. കച്ചവട തന്ത്രം എല്ലാവരും പയറ്റുന്നതാ. അത് ബോച്ചയെ പയറ്റുന്നത് ഇപ്പതാ. ഇവള് ബോച്ചറ കെണിയിൽ എന്തായാലും പോയി പെട്ടിട്ടില്ല. ബോച്ചറ കെണിയിൽപ്പെട്ടത് ഒന്ന്, പിന്നെ ഞാൻ മീൻ വിറ്റാണ് ജീവിക്കുന്നത് ഒരു ദിവസം ഫാൻസി ഡ്രസ് ഇട്ടിട്ട് പിന്നെ റോഡിന്റെ അരികിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ കിനാനെന്ന് പറഞ്ഞ ഏതൊരു പെങ്കൊച്ചുണ്ടല്ലോ, ഇപ്പൊ ബോച്ച കൊണ്ടെടുക്കുക. പിന്നെ അഞ്ചിതാന്നായിരുന്നു എന്ന സാധനമുണ്ട്, ഈ റെഡ് ലേഡി പപ്പായ. ഞാൻ അതുകൊണ്ട് അവനെ കുട്ടികളെ വെച്ച് കേൾപ്പിക്കരുത്. റെഡ് ലേഡി പപ്പായ ഏത് ഓമയ്ക്ക എന്ന് നമ്മുടെ തെക്കൻ നാടുകളിലേക്കും കറുമൂസ എന്നും കറൂത്ത എന്നും പിന്നെ മലബാറിലും പറയുന്ന സാധനം പപ്പായ. ഈ റെഡ് ലേഡി പപ്പായ പിന്നെ കാർഷിക സർവകലാശാലകൾ ഉണ്ടാക്കുന്നതിന് മുമ്പ്, അതിന്റെ സീഡ് ഉണ്ടാക്കുന്നതിന് മുമ്പേ ഇവൾ റെഡ് ലേഡി ആക്കിയിട്ട് തന്നെ എല്ലാം വളർത്തിയെടുത്തിട്ട് ഇത് കുലുക്കി കാണിക്കുന്ന ഒരു ഊളാണ്. അത് മാത്രം, അത് കാണാൻ പോകുന്ന കുറെ വൃത്തികെട്ട ആണുങ്ങൾ. ഞാൻ അവളെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക, ഇപ്പൊ കാണാറില്ല. യാദൃശ്യമായി ഒരു വട്ടം കണ്ടപ്പോൾ എന്തോ തലക്കെട്ടൊക്കെ കൊടുക്കുക ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഞാൻ കയറി കണ്ടു. അത് കണ്ട് അപ്പൊ പിന്നെ അടുത്ത ദിവസങ്ങൾ വരുമ്പോൾ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. എപ്പോഴും ഈ സാധനം മാത്രം നമ്മൾ ടൈം ലൈനിൽ വരിക. ഫേസ്ബുക്ക് എടുത്താൽ ബുദ്ധിമുട്ടായി. എനിക്കിത് എങ്ങനെ ഒഴിവാക്കേണ്ടെന്ന് അറിയില്ല. അങ്ങനെ എന്റെ പിന്നെ ഞാൻ പിന്നെ സ്റ്റോറി ചെയ്യുന്ന സ്ഥാപനത്തില് എഡിറ്റർ ആയിട്ടുള്ള പയ്യൻ, അവനൊക്കെ ഭയങ്കര ടെക്നോളജി നല്ല ഇതാ. അവൻ ഈ സാധനം എങ്ങനെ വരാതിരിക്കാന്നുള്ളത് കാണിച്ചു തന്നു. ഇപ്പൊ എന്താണ് അവൻ കാണാണ്ട് ഇതും കാണണ്ട, ഇതൊക്കെ മാറ്റി. ഈ അലൻ ജോസ് പെരേര ഞാൻ മാറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ ഇടയ്ക്ക് ടെൻഷൻ അടിക്കുമ്പോൾ അലൻ ജോസ് പെരേര, അതേപോലെ സീക്രട്ട് അണ്ണൻ, ബിഗ് ബോസിലൊക്കെ പോയ സീക്രട്ട് അണ്ണൻ, അങ്ങനെയുള്ള കുറച്ച് എണ്ണത്തിനെ കാണുമ്പോൾ നമ്മളെന്ന് വെച്ചാൽ റിലാക്സ് ആവും. വല്ലാതെ ടെൻഷനൊക്കെ അടിച്ചാൽ ഇപ്പോൾ ടെൻഷനൊന്നും ഇല്ല, ഒരു ടെൻഷനും ഇല്ല, എനിക്ക് ഡിപ്രഷനും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവന്മാരെ കണ്ടു കഴിഞ്ഞാൽ, ഇവന്മാരെ കൂടത്തരം കണ്ടു കഴിഞ്ഞാൽ, ഇവന്മാരെ ഈ പിന്നെ സീക്രട്ട് പിന്നെ അണ്ണനൊക്കെ പറയുന്നത് ബിഗ് ബോസിൽ പോയിട്ട് വന്നാ
എന്തോ വലിയ താത്വികമായിട്ടുള്ള കാര്യം അവതരിപ്പിക്കുന്ന പോലെയാ. അവൻ സീക്രട്ട് ഹണ്ടിന്റെ തന്നെ ഒരു ഐഡിയോളജി ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു ഇസമായിട്ട്, സീക്രട്ട് ഹണ്ടിന് ഇസം, ഗാന്ധിസം, മാർക്സിസം, കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇസമായിട്ട് കൊണ്ടുവരണം, സംഗീതം എന്നൊക്കെ പറയുന്ന പോലെ. കാരണം അത്ര വലിയ അറിവുള്ള ആളാ, ലോകത്തെക്കുറിച്ച് മുഴുവൻ നിരീക്ഷിച്ച് അവൻ അഭിപ്രായം പറയും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരും. അപ്പൊ എന്താ വെച്ചാൽ പിന്നെ സ്വസ്ഥമായി, നമ്മൾ ഫ്രീ ആയി, റിലാക്സ്ഡ് ആയി. അതിനുവേണ്ടി അവരെ ഒഴിവാക്കാത്തത്. ഈ പെണ്ണുങ്ങളെ ഈ കുലുക്കലും പിരിപ്പിലും കാണേണ്ട ആവശ്യം. ഇപ്പം ഇവള് ബോച്ചയുടെ കയ്യിലാ. ഈ ബോച്ച ആരാ? ബോച്ച എന്ന് പറയുന്ന ആളാരാ? അവനെ പിന്നെ ചായക്കട തുടങ്ങിയ ആൾക്കാർ മുഴുവൻ അവനെതിരെ പരാതി കൊടുത്തുകൊണ്ടിരിക്കുക. തനി പറ്റിക്കലാന്നേ ഇവൻ ചെയ്തിട്ടുള്ള ചീറ്റിങ്ങുകൾ. ഇവൻ വുമണൈസർ ആണെന്നുള്ളത് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞില്ല. ഇവന്റെ കേസ് കൊടുക്കാത്തെ ബോച്ചെ കീച്ചെ. പാവങ്ങളുടെ ദൈവം അവൻ തന്നെ അവനെ വിളിക്കുക, പാവങ്ങളുടെ ദൈവം. മറഡോണയുടെ ഫോട്ടോയും വെച്ചിട്ട് എന്നിട്ട് അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടുക, കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് ഓടുക, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുക. എന്നിട്ട് ഈ പൊട്ട മലയാളികളായ മന്ദബുദ്ധികളായ മലയാളികളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഈ ബോച്ചെ കീച്ചെ എന്ന് പറയുന്നവൻ. അവന്റെ പുറകെയാണ് ഇവർ പോകുന്നത്. ഞാൻ പറയട്ടെ, പക്ക ഇവള് തന്നെ പറഞ്ഞതാ, ഈ കനാൻ എന്ന് പറയുന്ന സാധനം പറഞ്ഞതാ. എനിക്ക് ബോച്ചൊന്ന് കാണണം. ഈ അഞ്ജിത നായർ ബോച്ചയുടെ കൂടെ കാരമലില് എന്താ സംഭവിച്ചെന്നൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും. ബോച്ചയുടെ സ്വഭാവം വെച്ചിട്ട് ബോച്ചെ ഒരു പെങ്കൊച്ചിനെ, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഒരു പെങ്കൊച്ചിനെ, അവന്റെ സ്റ്റാഫായിരുന്ന ഒരു പെങ്കൊച്ചിനെ പിന്നെ ഗർഭിണിയാക്കി അബോർട്ട് ചെയ്ത് കേസ് കൊടുത്തപ്പോൾ അവർക്കെതിരെ ഭീഷണി മുടക്കി ഞെട്ടിച്ച് ഇവന്റെ തെമ്മാടിത്തരം, ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൽ അവനുള്ള ബന്ധം വെച്ചിട്ട് ഇപ്പൊ അവൻ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ, വയനാട്ടിൽ അനാഥരായ കുഞ്ഞുങ്ങളെ, ഒരൊറ്റ കുഞ്ഞിനെയും, അവന് 1 വയസ്സും 10 വയസ്സും 50 വയസ്സും 25 വയസ്സും ഒന്നും വിഷയമല്ല, പെണ്ണായാ മതി. അത്മാരി വൃത്തിയിട്ടവനാ. അവനൊന്നും ഒരു കുഞ്ഞിനെ കൊടുക്കരുത്, ഒരു കുഞ്ഞിനെ അവൻ സംരക്ഷിക്കേണ്ടെന്നേ. അവന് വല്ല പൈസ കൊടുക്കാണ്ടെങ്കിൽ ഒന്നുകിൽ സർക്കാരിന്റെ ഇതിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾക്ക് കൊടുക്കുക. അവൻ നേരിട്ട് ഒരു കുഞ്ഞിനെ അവനെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവന്റെ മോളേക്കാൾ പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളെയാണ് അവൻ പിന്നെ ദ്രോഹിച്ചത്. അതിൻ്റെ അടുത്ത് വേറെ വീഡിയോ ഉണ്ട്. അവൻ ഒരു ഹോട്ടലിൽ കിടന്നിട്ട് പിന്നെ സംസാരിക്കുന്നത്, ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്, ആ പെണ്ണ് സംസാരിക്കുന്നത്. ആ പെണ്ണ് വീഡിയോ എടുത്തെന്നുള്ളത് ഇവൻ കണ്ടില്ല എന്ന് തോന്നുന്നു. ഒരു ലക്ഷറി ഹോട്ടലിന്റെ പിന്നെ സൂട്ട് റൂമിലാണ്. വുമനൈസർ, ഐ വിൽ കണ്ടിന്യൂ ടു ഡു ഇറ്റ് എന്നാ പറയുന്നത്. ഇനി അതായത് ഇവന് ഇത് തന്നെയാ പരിപാടി. പട്ടിയുടെ പൂച്ചയുടെ മാതിരി രാവിലെ എഴുന്നേറ്റ പൂവൻ കോഴിയുടെ മാതിരി രാവിലെ കാണുന്നിടത്തെല്ലാം കേട്ടിട്ട് മേടുക എന്നുള്ള പരിപാടി എന്നുള്ളത്. വേറെ മനുഷ്യത്വമൊന്നുമില്ല. അവന്റെ മക്കളെക്കാൾ പ്രായം കുറഞ്ഞാന്നുള്ള ചിന്തയില്ല അവന്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ആൾക്കാർ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അവനെ ഗ്ലോറിഫൈ ചെയ്യുക. എനിക്ക് കാണുമ്പോൾ സത്യം പറയും, സങ്കടം വരും. ഇങ്ങനെയുള്ള ആൾക്കാരെ അവൻ ഈ പെമ്പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും വേർക്കാതെ പൈസ ഉണ്ടാക്കുന്നു പറയുന്നില്ല. കനാലാണെങ്കിലും അഞ്ജിതയാണെങ്കിലും മറ്റുള്ളമാരാണെങ്കിലും ആരാണെങ്കിലും ഞാൻ പറയുന്നത് വേർക്കാതെ പൈസ ഉണ്ടാക്കുന്നത് നല്ലോണം വേർക്കേണ്ടി വരും. അവൻ അത്യാവശ്യം എല്ലാ രീതിയിലും അവരെ യൂസ് ചെയ്യും, എല്ലാ കാര്യത്തിലും യൂസ് ചെയ്യും. അവനെന്ന് വെച്ചാൽ മെഷീനറി പൊസിഷൻ മാത്രമല്ലെന്നേ, ഇത് പെണ്ണടിയിലും പുരുഷൻ മേലെയുള്ള മെഷീനറി പൊസിഷൻ മാത്രമല്ല, റൈഡിങ് നടത്തിപ്പിക്കും പെണ്ണ മേലെ ഇതുമായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ പിന്നെ ബാക്ക് പെയിൻ ഉള്ളവർക്ക് പറ്റാത്തതാണ് റൈഡിംഗ് ഒക്കെ, അത് വലിയ ബുദ്ധിമുട്ടാണ്. അതേപോലെ ഡോഗി സ്റ്റൈല് ഇത് കുണിച്ചു നിർത്തിയിട്ടുള്ള അത് ഇവൻ ചെയ്യാവുന്ന എല്ലാ രതി വൈകൃതങ്ങളും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മറ്റേ പെൺകുട്ടി. പഴയ നക്സൽ അജിത, അന്വേഷിയുടെ തലപ്പത്തിരിക്കുന്ന നക്സൽ അജിതയോട് പറഞ്ഞ, അജിതയോട് 2013 എന്നോട് പറഞ്ഞ, എന്നോട് തുറന്നു പറഞ്ഞ 11 വർഷം മുമ്പ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അവന്റെ ബിസിനസ് തന്ത്രത്തിന് ഇങ്ങനെ പിന്നെ കൊണ്ടു നടക്കുക. പിന്നെ കാര്യമുണ്ട്, ഇവർക്കൊന്നും വലിയ റേറ്റ് കിട്ടുന്നില്ല. ഇത് മാത്രമല്ല, അവനെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തിലും ഈ കുണിച്ചു നിർത്തിയിട്ടുള്ള പരിപാടി മാത്രമൊന്നുമല്ല, സ്പൂണിങ്, ലെങ്സ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ, എല്ലാ രീതിയിലുള്ള പൊസിഷനിലും വാത്സ്യായൻ കാമശാസ്ത്രത്തിൽ കണ്ടുപിടിക്കാത്ത വല്ല പൊസിഷനും ഇവൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടതിന്. കുഴപ്പമല്ല, ഈ പെമ്പിള്ളേർ പോകാൻ റെഡിയാണ്. പക്ഷെ ഇവളുമാര് വലിയ സാമൂഹിക വിപ്ലവകാരികളായിട്ട് പറയരുത്. പശുപാലന്റെ പിന്നെ രശ്മി നായരെക്കാൾ എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾക്കുള്ളേ? എന്ത് ക്വാളിറ്റിയല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ റെഡിയാ ഞാൻ ജീവിക്കാൻ വേണ്ടി, അരി വാങ്ങാൻ വേണ്ടി, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, ഭർത്താവിനെ ചികിത്സിക്കാൻ വേണ്ടി, ഗതികെട്ട് ആർക്കെങ്കിലും മുമ്പിൽ ശരീരം പിന്നെ പണയപ്പെടുത്തേണ്ടി വരുന്ന ഒരു സ്ത്രീയെ ഞാൻ ബഹുമാനിക്കും. ഗതികേട് കൊണ്ടാണ്, മനസ്സില്ല മനസ്സോടെയാ, പൈസ ഉണ്ടാക്കാനല്ല, സ്വന്തം ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാനായിരിക്കും, സ്വന്തം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിരിക്കും. അവരെ വേശികൾ എന്ന് വിളിക്കുന്ന ഈ വൃത്തികെട്ട നാട്ടിൽ ഇവളുമാരെ എന്താ വിളിക്കണ്ടേ? ഇവരുമായി സെലിബ്രിറ്റികൾ, അവരെയാണ് ബഹുമാനിക്കണ്ടേ. നളിനി ജമീലയുടെ ഇന്റർവ്യൂസ് ഞാൻ കാണാറുണ്ട്. ഇപ്പൊ തന്നെ രവിയേട്ടന്റെ ഒരു പിന്നെ സാധാരണ ലിംഗം കണ്ടിട്ട് അത് ഞാൻ നോക്കിയിരുന്നു, മേജർ രവിയേട്ടന്റെ. അവരെ ഞാൻ ബഹുമാനിക്കും. അവർ കുഞ്ഞുങ്ങൾക്ക് പട്ടിണി ഇറക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാ. വേറെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇതേ സെക്ഷൽ ഫേവർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ 5000-6000 രൂപ കിട്ടും. അതുകൊണ്ട് നടക്കില്ല. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, വീടിന്റെ വാടക കൊടുക്കണം,
രോഗിയായ ഭർത്താവിനെ ചികിത്സിക്കണം. അതുകൊണ്ട് സഹികെട്ട് ഉള്ളിൽ കരഞ്ഞ് 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 ഓരോരുത്തര് പിന്നെ കിടന്നു കൊടുക്കേണ്ടി വരുന്ന ഗതികേടുള്ള സ്ത്രീകളെ അവരെ പൂവിട്ട് പൂജിക്കണം, അവർക്ക് പത്മശ്രീ കൊടുക്കണം. അതേസമയം ഇമാതിരി വൃത്തികെട്ട അവന്മാരെ ഒന്നും ഒരിക്കലും സെലിബ്രിറ്റികൾ എന്നിട്ട് അവൾമാരെ ഉദ്ഘാടനത്തിൽ കൊണ്ടുവന്ന് നാണമില്ലടാ. കേട്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ചോദിക്കുക, നിങ്ങൾക്കൊന്നും അവരെ ഒന്നും ഫോളോ ചെയ്യാൻ നാണമില്ലേ? ഞാനിപ്പോൾ വരെ ഓരോരുത്തരായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുക. ഇവന്മാരെയും സീക്രട്ട് ഏജന്റിനെയും പിന്നെ അലൻ ജോസ് പെരേരയും ബ്ലോക്ക് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് എൻജോയ് ചെയ്യാൻ നിൽക്കില്ല. പണ്ട് ഞാൻ ഈ കാപ്പിപ്പൊടി അച്ഛൻ എന്ന് പറഞ്ഞ കത്തോലിക്ക സഭയിലെ അച്ഛനുണ്ടായിരുന്നു. അച്ഛന്റെ സാധനം കേൾക്കുന്ന ടെൻഷൻ അടിക്കുമ്പോൾ എന്തെങ്കിലും ഡിപ്രസ്ഡ് ആകുമ്പോൾ പിന്നെ പുള്ളി ഭയങ്കര നർമ്മബോധത്തോടുകൂടി ഹ്യൂമർ സെൻസ് ഭയങ്കരമാണ്. അതേപോലെ തന്നെ നമ്മൾ സുധീഷ് അന്തരിച്ചു പോയ പ്രിയപ്പെട്ട സിനി ആർട്ടിസ്റ്റ്, ടെലിവിഷൻ താരം, അവൾ കുട്ടിപ്പട്ടാളം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. എനിക്ക് ആ പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി. ആദ്യം ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. കുഞ്ഞുങ്ങളോട് പെരുമാറുന്ന രീതിയുണ്ട്, എന്തോ ഒരു രസമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അത് കാണുമായിരുന്നു. അപ്പൊ വെച്ചാൽ നമ്മൾ ഫ്രീ ആയി, നമ്മളെ മൈൻഡ് മാറി, നമ്മളെ മനസ്സിലുള്ള വേറൊരു ടെൻഷൻ നമ്മളങ്ങ് വിട്ടു കളഞ്ഞു. അതൊക്കെ ഗൾഫിൽ നിൽക്കുമ്പോഴാണ്. എന്നിട്ട് ഇവളുമാര് കടന്നിട്ട് ഇങ്ങനെ ഇതാക്കുക. എന്നിട്ട് ഇവളെ പരിപാടി, ഈ ജസനയുടെ പരിപാടി എന്തായിരുന്നു? ജസന ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആള് പാവമാണ്, ശുദ്ധനാണ്, സത്യസന്ധനാണ്, നേരുള്ള മനുഷ്യനാണ്, ഒക്കെയാണ്. പക്ഷെ തനിപ്പൊട്ടനാണ്. ഇയാളെ ആർക്കും പറ്റിക്കാൻ പറ്റും. കാരണം ഇയാൾ ശുദ്ധ ഹൃദയമാണ്. ഇയാൾ ആരെയും പറ്റിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് എന്നെ ആരും പറ്റിക്കുകയല്ലെന്നായിരുന്നേ. ഇവള് പിന്നെ ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുക ഈ ജസ്ന സലീം. ഏട്ടൻ കാരണം തോന്നുന്നു അവളെ സ്വന്തം അനിയത്തെ പോലെ ആ മനുഷ്യൻ ഇവളെ ചേർത്ത് പിടിച്ചു. കാരണം അവളെ ഗതികേട് കേട്ടപ്പോൾ ആദ്യം അയാൾക്കൊരു അനുകമ്പയുണ്ടായി. പിന്നെ ഇവിടുന്ന് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അത് സുരേഷ് ഗോപിയുടെ ഏറ്റവും അടുത്താണ്. എനിക്ക് ഏറ്റവും ബന്ധമുണ്ട് സുരേഷ് ഗോപിയായിട്ട്. അത് ബോധ്യപ്പെടുത്തുക, നാട്ടുകാരെ അറിയിക്കുക. ഇവിടോ ഇവക്കുള്ളതിനേക്കാൾ എത്രയോ വലിയ ബന്ധങ്ങൾ എനിക്കുണ്ട്. അത് ഒരു ചിത്രവും വരച്ചിട്ടല്ല, ഒരു സാധനം ചെയ്തിട്ടല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തുണ്ട്, എനിക്കുണ്ട്, സെലിബ്രിറ്റികളുടെ ഇടയിലുണ്ട്. ഞാൻ അവരൊന്നും സെലിബ്രിറ്റി ആയിട്ട് കാണാറില്ല. നമ്മൾ അവരെ വിളിക്കുമ്പോൾ നമ്മൾ പിന്നെ ചേട്ടാ, ചേച്ചി, അല്ലെങ്കിൽ പിന്നെ പേര് വിളിക്കും, അങ്ങനെയൊക്കെ വിളിക്കുക. പ്രായത്തിനാണെങ്കിൽ അവരെ പേരെന്നെ വിളിക്കുള്ളൂ. ഇവിടുത്തെ ഇവരൊക്കെ എത്തി തോന്നിയാസം കാണുമ്പോൾ, അല്പത്തരം കാണുമ്പോൾ കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ചു പോകും. രാവിലെ തൊട്ടേ ഒരു ഗ്ലൂക്കോസിനകത്ത് കുപ്പിയിട്ടിട്ട് കയറ്റി നിൽക്കേണ്ടി വരും. ബോധമില്ലാതെ കിടന്നുറങ്ങുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ വല്ല MDMA വാങ്ങി കഴിക്കണം. ജീവിതത്തിൽ ഇന്നലെ ഉപയോഗിച്ചിട്ടില്ല, സിന്തറ്റിക് ലഹരികൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ജീവിതത്തിൽ. അത്ര ലഹരികളുടെ വഴിയെ പോവില്ല. പാൻപരാഗ് പിന്നെ തൊട്ട് ഹാൻസ് തൊട്ടുള്ള സാധനത്തിന് ഒന്നും പുറകെ പോകാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഒരിക്കലും ചത്താപ്പോലും പോവില്ല. ആകെ മദ്യപിച്ചിട്ടുണ്ട്, സിഗരറ്റ് വലിക്കാറുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്, കുറെ കാലം മദ്യപിച്ചിട്ടുണ്ട്. ഇനി നാളെ മദ്യപിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ എനിക്ക് തോന്നിയാൽ ഞാൻ മദ്യപിക്കും. ഇതൊരു ലൈഫ് ലോങ് പ്രോമിസ് ഒന്നുമല്ല. പക്ഷെ ഇവരൊക്കെ കാണിക്കുന്ന തോന്നിയാസം കാണുമ്പോൾ ആലോചിച്ച് നോക്കണം. ഇവള് പിന്നെ ഇനി അത് ബാക്കി സത്യമായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവസാനായിട്ട് നമ്മളുണ്ടല്ലോ, ഇനി ആരും ആത്മഹത്യ ചെയ്യാൻ അല്ലെ മരണത്തെ തൊട്ടു മുമ്പ് കണ്ടൊരു വ്യക്തി എന്നുള്ള ഒരു അനുഭവം കൊണ്ട് ഞങ്ങളടുത്ത് എല്ലാവരുടെ അടുത്തൊരു ഉപദേശം തരട്ടെ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും മരണത്തിനെ പറ്റി ചിന്തിക്കരുത്. എല്ലാവരുടെ അടുത്തും ഭയങ്കര ഉപദേശം തരാൻ പറ്റിയ മഹനീയായ വ്യക്തി. കണ്ടോളൂ. എന്താ വെച്ചാല് അത് പറയാൻ കാരണം, എനിക്ക് ഈ ഒരു പ്രശ്നം വന്നപ്പോ എനിക്ക് എന്റെ ചുറ്റിലുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റി, എനിക്ക് ഞാനേ ഉണ്ടാവും എന്നുള്ള മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് വലിയൊരു പാഠം തന്നെ ഇതിൽ തന്നു. അത് അനുഭവങ്ങൾ കൊണ്ടേ നമുക്ക് പാഠം കിട്ടുള്ളൂ, അല്ലാതെ ഒരു കാരണം കൊണ്ടും നമുക്ക് പാഠം കിട്ടൂല. ഞാൻ ഈ കുടിച്ച ഗുളികയിൽ ഞാൻ മൊത്തം 50 ഗുളിക മേടിച്ചിട്ടുണ്ടായി. അതിൽ 30 തന്നെ ഞാൻ കുടിച്ചിട്ടുള്ളൂ. 50 ഗുളിക പാരസെറ്റാമോൾ മേടിച്ച 5 ഇവള് ആ നാടകം കളിച്ചതാ. അതും മാർക്കറ്റ് ചെയ്യാൻ കരുതിയേ. പക്ഷെ അത് AC ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഇത് പണ്ടൊരു കഥയുണ്ട്. ഒരാൾ കണ്ടിച്ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ കണ്ണിനടുത്തെത്തി കഴിഞ്ഞപ്പോ ഇങ്ങനെ നിൽക്കുക. അപ്പൊ കൂടെയുള്ളവർ നീ ആത്മഹത്യ ചെയ്യാൻ വന്നതല്ലേ, പിന്നെ നീ എന്താണ് ചാടാത്തെ? അല്ല, കിണറ്റിൽ പാമ്പുണ്ട്, പാമ്പ് കടിച്ചാലോ. അപ്പൊ ആത്മഹത്യ പാമ്പ് കടിച്ചിട്ടാണെങ്കിൽ എന്താണ് ചത്താ പോലെ. ആ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഓരോ ഉടായിപ്പോയിട്ട് ഇറങ്ങിയേക്കുക എന്ന് എഴുതിട്ട് ആത്മഹത്യ ചെയ്യാൻ പിന്നെ ഒരു ആത്മഹത്യയുടെ തീവ്ര നൊമ്പരങ്ങൾ മനസ്സിൽ ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരാളായ അതെന്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞതാണ്. ഞാനതുകൊണ്ടാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്കൊരു കൂട്ടിന് പറ്റിയ ആൾക്കാരെ ആരും കണ്ടെത്തിയിട്ടുമില്ല. എന്നാൽ കൂട്ടില്ലാത്തതിനകത്തൊരു ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമുക്കിന്ന് വർത്താനം പറയാൻ ഒരാള്, അത് നമുക്കൊരു സ്ത്രീ പങ്കാളി തന്നെയാണല്ലോ വേണ്ടേ. പക്ഷെ അങ്ങനെ നമ്മൾ ഇതുവരെ ആരെയും അങ്ങനെ അത്ര ഇതായിട്ട് കണ്ടെത്തിയിട്ടില്ല. നമുക്ക് ആരും കൂടെ അങ്ങനെ ഒരു സെൻസ് ചെയ്യുന്ന സമയം ഉണ്ടെങ്കിൽ അവരൊക്കെ എല്ലാം സെറ്റിൽഡ് ആയ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ചില സമയത്തൊക്കെ നമ്മൾ എന്തിനാണ് ഇപ്പം ഇതിങ്ങനെ എന്ന് കരുതും. പക്ഷെ ഞാൻ ഒരിക്കലും ചെയ്യില്ല.
കാരണം എന്റെ അനിയത്തിമാർക്ക്, എന്റെ പിന്നെ കസിൻസിന്, എന്നെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് അവർക്ക് ഒരു തീരാ നമ്പർ ഉണ്ടാക്കി കൊടുത്തു. കാരണം ഞാനൊരു തീരാ നമ്പർ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളാ. അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. പക്ഷെ ഇപ്പോൾ പറയണ നാടകമൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തൊരു കഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, ഈ രാഹുൽ പശുപാലൻ എന്ന് പറഞ്ഞ അവൻ പശുപാലനായതുകൊണ്ട് അവനെ പശുവാ, അതുകൊണ്ട് അവളെ മേയിച്ചു കൊടുക്കാൻ അവനെ കൊണ്ട് ആവതില്ല. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇവൻ നല്ല പോത്തുകൾക്ക് അല്ല നല്ല പിന്നെ കാളകൾക്ക് അവളെയും വിൽക്കാൻ തുടങ്ങി. 80,000 രൂപ ഒരു ദിവസത്തേക്ക്. നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ, കേസൊക്കെ വന്നതാണല്ലോ. പാരസ്യമായിട്ട് വ്യഭിചാരം ഈ മാതിരി അത് ചുംബന സമരം നടത്തിയത് ഉസ്താദായി. ഇവിടെയുള്ള കുറെ ആൾക്കാര്, എനിക്ക് അതിലൊക്കെ സങ്കടമുണ്ട്. ജോളി ചെറിയത്ത് പോലെ, ജോളി ചേച്ചിയെ പോലുള്ള ആൾക്കാർ വരെ അതിനകത്ത് പോയിട്ട് പെട്ടുപോയി. എന്ത് സാമൂഹിക വിപ്ലവം, ചുംബന സമരം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് ഇവര് എവിടെയെങ്കിലും ഇരുന്ന് ആണായാലും പെണ്ണായാലും ആണുങ്ങൾ തമ്മിലാണെങ്കിലും ഒക്കെ ആണെങ്കിലും പരസ്പരം കവളിലൊരു മുത്തം കൊടുക്കുക, ചുംബിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള പിന്നെ സമൂഹത്തോട് ചോദിക്കുക, മറ്റുള്ള ഇതിനെ എതിർത്ത ആൾക്കാരോട് ആക്രമിച്ച ആൾക്കാരോട് ചോദിക്കുക. ഇവന്മാരും പാക്ക സ്മൂച്ചിങ് സമരം നടത്തിയേ. ആണും തമ്മിൽ, ആണും വീണ്ടും തമ്മിൽ ലിപ് ലോക്ക് നടത്തുക, ഫ്രഞ്ച് കിസ് നടത്തുക. എന്ത് വൃത്തികളാണോ ചുംബന സമരം. ഇവന്മാരുടെ സെക്ച്വൽ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള സാധനം ഈ ഉറക്കിന്റെ ഒരു ഇത് കണ്ടന്റ് കൂടുതലുള്ള ഒരു ഗുളികയാണ് ഞാൻ കുടിച്ചത്. അപ്പോ ഈ 30 എണ്ണം കുടിച്ചപ്പോഴേക്ക് എന്റെ മോൻ വന്നു. എന്റെ മോനെന്ന് പറയുന്ന 8ാം ക്ലാസ് പഠിക്കുന്ന മോനാ. ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ, ഇവള് പിന്നെ ഇനി ഞാൻ ഭൂമിയിൽ ഇല്ല എന്ന് സ്വയം അറിഞ്ഞ് എന്റെ ഇവരാരും അറിയാതെ വരച്ചു കഴിഞ്ഞാൽ ഇവരുടെ നമ്മള് പിന്നെ ചിലടത്ത് കരഞ്ഞുകൊണ്ട് പറയും. കരഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ശരിക്കും നമ്മളെ പിന്നെ ആര്യാന്തർജനം തിരുവനന്തപുരത്ത് ആമയഞ്ചാം തോട്ടില് ജോയി പോയപ്പോ കാണിച്ച പോലെ ഇങ്ങനെ തുടയ്ക്കുന്നു മാധ്യമങ്ങളുടെ മുമ്പിൽ. അത് കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോ എന്നിട്ട് എല്ലാവരും ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിക്കുക. എങ്ങനെയാണോ കഴിയണേ ഇമാതിരി അഭിനയിക്കാനും അറിയില്ല. അഭിനയിക്കുകയാണെങ്കിൽ ആ ദുഃഖഭാവം കുറച്ചു നേരം കൂടി കാണിക്കണ്ടേ. ഇവളും അത് തന്നെ. എന്നെ ഒരാൾ റേപ്പ് ചെയ്തു. ഞാൻ വേറെ ഇന്റർവ്യൂ കണ്ടതാ. എന്നെ ഒരാൾ റേപ്പ് ചെയ്തു, എന്നെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു, എന്നെ പിന്നെ അയാളുടെ വീട്ടിലേക്ക് വിളിച്ചു. അപ്പൊ ഞാൻ ചെന്നു. അപ്പൊ അവിടെ ആരും ഇല്ല. എന്തുകൊണ്ട് ആരും ഇല്ലാത്തെന്ന് വെച്ചാൽ ആരും ഇല്ല എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. ആരും ഇല്ലാത്ത നേരത്തെ എല്ലാം പറഞ്ഞിട്ടാ ആരില്ലാത്തെന്ന് വെച്ചാൽ. അപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കാണ്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പോയി അയാൾ എന്നെ റേപ്പ് ചെയ്തു, അയാൾ എന്നെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് എന്തോ വലിയ കാര്യം നേടിയ പോലെയാണ് പറയുന്നത്. ഇമാതിരി കുറെ സാധനങ്ങളുണ്ട്. മാത്രമല്ല ഒരു കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞ ഒരു പെട്ടി നിറയെ കൊണ്ടുവന്നെന്നുള്ളത് എന്നോട് അവരുടെ അണിയറ പ്രവർത്തകർ, ചാനലിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞാൽ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ അവളെ വൈകിട്ട് കാണുന്നു. ഒരു 5:30ക്കാണ് എന്റെ ഷൂട്ട് വെച്ചിരുന്നത്. അവിടെ എങ്ങനെ ഞാൻ പോകാത്തതാ. അവിടെ ഞാൻ 5:30 ആ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുമ്പോൾ എന്റെ പറഞ്ഞ ടൈം ഞാൻ വളരെ 10 മിനിറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഞാൻ വിളിച്ചറിയിക്കും. ഞാനപ്പോൾ പറയും 10 മിനിറ്റ് കഴിഞ്ഞ് AC ഓണാക്കിയാൽ മതി. കാരണം അവർ 1 അവറിനായിരിക്കും എടുക്കുക. മടക്കി കൊടുക്കുന്ന സാധനമാണ്. 1 മണിക്കൂർ ഞാൻ 2 സ്റ്റോറി എടുക്കും. അതിന്റെ പേയ്മെന്റ് മേടിച്ച് ഞാനിങ്ങ് പോരും. അവിടെ ക്യാമറമാന്മാരും ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാവും. എല്ലാം ലൈറ്റിങ്ങും എല്ലാം സെറ്റാ. അപ്പൊ ഞാൻ ചെന്നപ്പോ ഇതിനകത്ത് ഞാൻ കയറി കൊണ്ട് ഇവളെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വെയിറ്റ് ചെയ്യാൻ പോയി. ചിരിച്ചപ്പോ ചിരിച്ചു, അത്രമാത്രം. എന്താണോ ഒന്നും ചോദിക്കും. എനിക്ക് ആളെ മനസ്സിലായല്ലോ. അവർക്ക് എന്നെ മനസ്സിലായില്ലെന്ന് എനിക്കറിയില്ല. കാരണം അവള് പിന്നെ ഇത്തരം സാധനങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ആളായതുകൊണ്ട് ന്യൂസൻസ് ഉള്ള സ്റ്റോറികളൊന്നും ശ്രദ്ധിക്കാറുണ്ടാവില്ല. അപ്പൊ എന്തായിരുന്നാലും ഞാനാണ് മേലെ കയറി കഴിഞ്ഞപ്പം ഈ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാറ്റിയിട്ട് വേണം എനിക്ക് സെറ്റ് ചെയ്യാൻ. എനിക്ക് ഇത്തരം സാധനങ്ങളൊന്നും ബാക്കിൽ വെക്കുന്ന ഇഷ്ടമല്ല. ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. ഒരുപാട് പിന്നെ ഈ ഭാരത ന്യൂസിലാകുമ്പോഴും ഇവിടെ എബിസിലാകുമ്പോൾ പോലും ഇടയ്ക്ക് കുറെ ബുക്ക് വെക്കും, ഇംഗ്ലീഷ് ബുക്കുകൾ. ഇത് നമ്മൾ വലിയ വായനക്കാരനെന്ന് അറിയിക്കാൻ. ഈ ചില ആൾക്കാരുണ്ട് ബൈറ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ലൈബ്രറിക്കകത്ത് അവരുടെ വീട്ടിൽ ഇവന്മാർ പുസ്തകം വായിച്ചിട്ടുണ്ടാവില്ല. ലൈബ്രറിക്കകത്ത് മുമ്പിൽ കസേരയിടും, പുറകിൽ കുറേ പുസ്തകങ്ങൾ കാണും. ന്യൂസ് ചാനലുകളിൽ ചാനൽ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന ഊളുകൾ വരെ ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ വായിക്കാറില്ലാന്നേ. ഞാൻ ഇന്നത്തെ പത്രം തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്നത്തെ പത്രം 12ാമത്തെ പത്രം തിരിഞ്ഞു നോക്കിയിട്ടില്ല, തുറന്നിട്ടില്ല. ഇന്ന് രാത്രി ഇന്ന് ചിലപ്പോൾ വായിക്കുമായിരിക്കും തോന്നിയാൽ, ഇല്ലെങ്കിൽ വായിക്കില്ല. അപ്പൊ ഇത്രയ്ക്കുള്ള വിവരം എനിക്കുള്ളൂ. ഒരു വലിയ വിവരമുണ്ട്. ഇത്രയും പുസ്തകങ്ങൾ പുറകിൽ നിന്ന് ഇവൻ എന്തോ പറയാ ജീവിക്കുന്ന ഒരു എൻസൈക്ലോപീഡിയ ആണെന്നുള്ള ആൾക്കാർക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് എല്ലാം കണ്ടായിരുന്നു. ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഇവളെ കണ്ടപ്പം, ഇവളെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവളെ തന്നെയാണെന്നുള്ളത്. ഇവളവിടെ ഇവരോട് സംസാരിച്ച വിവരമുണ്ടല്ലോ. ഈ കണ്ണന്റെ ചിത്രം വരച്ചതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും. കണ്ണന്റെ ചിത്രം വരച്ചത്, കണ്ണന്റെ ചിത്രങ്ങൾ നമ്മൾ ഈ പേപ്പറിൽ പറയുന്ന മാതിരി A3 സൈസ്, A4 സൈസ്, A5 സൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന പോലെ ഇവള് പല സൈസിൽ ഈ സാധനത്തിനെ എൻലാർജ് ചെയ്തെടുക്കുക എന്നല്ലാതെ ഇവള് ലൈവായിട്ട് എന്റെ മുമ്പിൽ ലൈവ് ചെയ്യാം, ഫേസ്ബുക്ക് ലൈവ് ചെയ്യാം. ഇവള് പിന്നെ ശ്രീകൃഷ്ണന്റെ ചിത്രം ഒരു സാങ്കേതിക സഹായമില്ലാതെ അവർക്ക് പിന്നെ ക്യാൻവാസ് കൊടുക്കും, പേപ്പർ കൊടുക്കും, പിന്നെ അതിന് വേണ്ട വരയ്ക്കാനുള്ള ഉപകരണങ്ങൾ കൊടുക്കും. അത് മാത്രം കൊടുത്തിട്ട് ഇവളൊരു കണ്ണന്റെ ചിത്രം വരയ്ക്കട്ടെ ചലഞ്ച് ചെയ്യുന്നു ഞാൻ.
1 ലക്ഷം രൂപ ഞാൻ കൊടുക്കും. 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കും. 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കും. എവിടെന്നെങ്കിലും ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ പ്രേക്ഷകരെടുത്ത് ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ട് 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കും. ബിസിനസ് തന്ത്ര പറ്റിക്കുകയാണ്. ഊളങ്ങളായിട്ടുള്ള കുറെ പിന്നെ കണ്ണ് കാണാത്ത, അതായത് ഇതിനെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്ത വിശ്വാസികളായിട്ടുള്ള കുറെ സ്ത്രീകൾ നമ്മളെ ശ്രീകൃഷ്ണന്റെ ചിത്രം ഒരു മുസ്ലിം വനിത വരച്ചു. ഇവള് 2 മാർക്കറ്റ് ചെയ്യാം. കണ്ണനാണ് ഇവളെ ജീവിതം രക്ഷിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ഇവള് ഹിന്ദുവാദം സ്വീകരിച്ചൂടെ? ഒരു വശത്ത് അവരെ പ്രീണിപ്പിക്കുക, ഒരു വശത്ത് തട്ടം കൊണ്ടിടക്കുക. സിംബോളിക്കാണ്, കളിയാണ്. പിന്നെ ഇവളുടെ വീഡിയോ അവൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതിൽ ഒറ്റ ക്ലിപ്പ് എന്നെ അടുത്ത് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് സോളാർ നായികയുടെ സാധനം പോലെയാ. സോളാർ നായിക പറഞ്ഞു എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. ഇവള് തന്നെ സ്വയം ഫിംഗറിങ് എടുത്തുക, ഇവള് തന്നെ പല പൊസിഷനിൽ ഇരുന്ന് ആക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്തത് പിന്നെ എങ്ങനെയാ പീഡനമാവണേ? അവൾ അനുമതി ഷൂട്ട് ചെയ്ത് കൊടുക്കുക. അത് കൺട്രോൾ പോയിട്ട് എനിക്ക് ലോകത്ത് ഈ സെക്സ് എന്ന് പറയുന്ന സാധനം പുറത്ത്. കാരണം അന്ന് നമ്മൾ ആഗ്രഹിച്ചു കണ്ടല്ല, നമ്മൾ ഫോൺ സൈറ്റിലൊന്നും കയറി നോക്കുന്നില്ല. ഒരു ക്ലിപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 പേരെ വിളിച്ചാൽ ഒരാളെങ്കിലും അയച്ചു തരും. അന്ന് അങ്ങനല്ല. ലോകത്ത് ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോർവേഡ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു 2015 ഐ തിങ്ക്. സോളാർ നായികയുടേത് 7 ക്ലിപ്പോ മറ്റുമാണ്. അത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിടുക വാട്സപ്പില് ഗൾഫിൽ നിന്ന്. അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് പിന്നെ ഓരോരുത്തർക്ക് പറഞ്ഞു ഞാൻ കണ്ടു, എല്ലാം കണ്ടു. ഞാൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലൈംഗികതയോട് വെറുപ്പുണ്ടാവും. വെറുത്തു പോകും, നമുക്ക് അറപ്പ് തോന്നിപ്പോവും. അമ്മാതിരി വൃത്തികള്, ഇംഗ്ലീഷുകാർ കാണിക്കുന്ന അമ്മാതിരി വൃത്തികൾ അറപ്പ് തോന്നും നമുക്ക്. ഇതിന്റെ ഭംഗി നഷ്ടപ്പെടുത്തി കളയാ. മാത്സ്യാനൊക്കെ അതിന്റെ ഭംഗിയില പറഞ്ഞിട്ടില്ലേ കാമശാസ്ത്രത്തിലൊക്കെ. അങ്ങനെയുള്ള കുറെ വൃത്തിയുടെ സാധനത്തിലാണ് ഇവളും പോയിട്ടുള്ളത്. എന്നിട്ട് പിന്നെ വലിയ വാർത്താനം എന്ന് പറയാ. എന്നെ ചിരിച്ചോണ്ടേ എന്നെ അയാൾ വീട്ടിലേക്ക് വിളിച്ചു, അയാളെന്നെ റേപ്പ് ചെയ്തു. ഇങ്ങനെ ആരെങ്കിലും ഈ ബലാത്സംഗം ചെയ്യപ്പെട്ടത് ഇങ്ങനെ ഇത്രയും ചിരിച്ചുകൊണ്ട്, ഇത്രയും പിന്നെ എന്താ പറയാ എന്റർടൈൻമെന്റ് ആയിട്ട് അവതരിപ്പിക്കുന്ന ആദ്യത്തെ സ്ത്രീയാണ് ജസ്ന സലീം. ആലോചിച്ച് നോക്ക്. പിന്നെ സുരേഷ് ഗോപി ഒരു പാവ, ഞാൻ പറഞ്ഞില്ല, കുറച്ച് പിന്നെ ബുദ്ധി കുറവുണ്ടായ അദ്ദേഹത്തിന്, ശുദ്ധത കൊണ്ടാ. പാവ മനുഷ്യനാ, സാധുവാണ്, അതിനെ പറ്റിക്കാൻ എളുപ്പമാണ്. ഒരുപാട് ചാറ്റുകൾ ചെയ്യുന്നുണ്ട്. സന്ദീപ് വാര്യർ തന്നെ പറഞ്ഞിട്ടുണ്ട് വയനാട്ടിലെ വിഷയങ്ങൾ. പിന്നെ അവിടെ ആദിവാസി കോളേജിൽ വെള്ളമില്ലാത്ത പ്രശ്നം പറഞ്ഞപ്പോൾ സന്ദീപിന് അന്ന് പിന്നെ അവിടുത്തെ BJPയുടെ ചുമതലയുള്ള സമയത്ത് സന്ദീപ് എന്നോട് പറഞ്ഞതാ. അന്ന് പിന്നെ സന്ദീപ് വിളിച്ചപ്പം സന്ദീപ് സുരേഷ് ഗോപി അവിടെ വന്നു, 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് സന്ദീപ് ഇത് ശ്രദ്ധപ്പെടുത്തിയപ്പം പുള്ളിയുടെ മോളുടെ ലക്ഷ്മി മോളുടെ ട്രസ്റ്റിൽ നിന്ന് പൈസ എടുത്ത് പഠിച്ചു. അത്രയും പാവാ. ഞാനിപ്പോൾ പറയുകയാണ് എനിക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വേണമെങ്കിൽ വല്ല പൈസ തരുന്നേ. പുള്ളിയുടെ മനസ്സങ്ങനെയാ. പക്ഷെ പുള്ളി കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ അത്രത്തോളം എഫിഷ്യന്റ് ആവും എന്നുള്ള കാര്യത്തിലൊക്കെ അഡ്മിനിസ്ട്രേഷനകത്ത് ഈ ബുദ്ധിയില്ലായ്മയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അപകടത്തിൽ ചാടും. ആരെങ്കിലുമൊക്കെ മിസ്യൂസ് ചെയ്യും, പെട്ടുപോകും എന്നുള്ള സംശയം എനിക്കുണ്ട്. എന്തായിരുന്നാലും പുള്ളിയുടെ അടുത്ത് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി സഹായിച്ച 1000കണക്കിന് ആളുകളിൽ ഒരാൾ മാത്രമാണ് ജസ്ന സലീം. വേറെ ആരും മാർക്കറ്റ് ചെയ്യാൻ പോയിട്ടില്ല. ഇവിടെ കച്ചവടത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തി. ആ പാവം മനുഷ്യന്റെ സഹൃദയത്തെ, നന്മയെ, അതിനെ ഇവള് വിറ്റ് പൈസയാക്കാൻ നോക്കി. RSSന്റെ കാര്യാലയത്തിൽ പോയപ്പോ പിന്നെ അവിടെ പോയിട്ട് ഇവളെന്തിനാ വായി നോക്കാൻ പറ്റും? ഇവളിങ്ങനെ പോയി നിൽക്കുക. ഇങ്ങനെ അപ്പോഴുണ്ട് വാ വിളിച്ചിട്ട് നിൽക്കത്തുള്ളൂ. വിളിച്ചോണ്ട് വാ വിളിക്കാത്തൊരു സാധനം കണ്ടിട്ടില്ല. എന്നെ റേപ്പ് ചെയ്തു. എന്നെ അയാൾ അങ്ങനെ പിടിച്ചു. അയാൾ അങ്ങനെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. അപ്പോഴും ഇളിച്ചോണ്ടാ പറയുന്നത്, നാണമില്ലാത്തോള്. പിന്നെ ഇവിടെ പാപ്പായുടെ കൂടെ ഓട്ടോറിക്ഷ പോകുന്നത് ആൾക്കാരുടെ അടുത്ത് ഒരു സിമ്പതി കിട്ടാൻ വേണ്ടി. ഗുഡ്സാണോ പിന്നെ ഗുഡ്സ് ഓട്ടോയാണോ പിന്നെ ട്രാവലറാണോ എന്ന് എനിക്കറിയില്ല. ഇവർക്ക് എങ്ങനെ മുമ്പിൽ കയറിയിരിക്കാൻ പറ്റുന്നത്? ഇവള് റീൽസ് ഇട്ടതാ, ഞാൻ കണ്ടതാ. അഞ്ജിത നായരെയും കനാനെയൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ഇവിടെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല ഫുള്ളായിട്ട്. എനിക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ കിട്ടണമല്ലോ, ഈ കള്ളത്തരം പിടിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഇവള് ഈ ഓട്ടോറിക്ഷ പോകുമ്പോൾ പാപ്പയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവളിങ്ങനെ ഇരുന്നിട്ട് പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ MPD പിടിക്കണ്ടേ? മുമ്പിൽ ഓട്ടോറിക്ഷയുടെ മുമ്പിൽ ഇരിക്കാൻ പെർമിഷൻ ഇല്ല. ഇവിടെ ബാക്കിയുള്ള പിള്ളേർ പിന്നെ 3 പേര് പോയി ഹെൽമെറ്റ് വെച്ചില്ല, വെച്ച ഹെൽമെറ്റിന്റെ ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിടിക്കുന്ന ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് എന്താ പണി? ഇവിടെ വീഡിയോ ഇങ്ങനെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഇവിടെ കാശുണ്ടാക്കിയല്ലേ അതിനും കൂടെ. അതെന്താ പിടിക്കാത്തത് നിങ്ങൾ? ഓരോ തോന്നിവാസങ്ങൾ കാണിക്കുന്ന എല്ലാം കൂടെ നിൽക്കുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ചാനലിന്റെ അണിയറക്കാരെന്നോട് പറഞ്ഞു പക്കാ ഫ്രോഡാണ് ചേട്ടാ, പക്കാ ഫ്രോഡാണെന്ന് പറഞ്ഞു. അവരെ വേറൊന്നും എനിക്കറിയത്തില്ല ഏതാ ചാനലെന്നുള്ളത്. ഞാനിപ്പോൾ ആ ചാനലിന്റെ പേരെന്തുവാ, ഇന്ത്യൻ സിനിമാ ഗാലറിയോ അങ്ങനെന്തോ. അണിയറപ്പുറത്തവർ അവരെ ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ ഇങ്ങനെ ചോദിച്ചു എന്താ അഭിപ്രായം, എങ്ങനെയുണ്ട് ആളെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഇവരിത് പറഞ്ഞത്. അപ്പം പക്കാ ഫ്രോഡാണ്, വെറും അഭിനയമാണെന്ന് പറഞ്ഞു. ഒരു സൂട്ട് കേസ് നിറയെ കോസ്റ്റ്യൂംസ് ആയിട്ട് വന്നിരിക്കുക, പൂട്ടി അടിച്ചിട്ടിരിക്കുക, എന്നിട്ട് റേപ്പ് ചെയ്ത കഥ പറയാൻ.
എന്ത് മലയാളിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയാത്തത്. ഓക്കെ, ഞാനെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെയാണെന്ന് ഉദ്ദേശിച്ചിരുന്നു. ഇപ്പൊ സൂയിസൈഡ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കിണറ്റിൽ ചാടി ചാവാൻ പോയാലാ, കിണറ്റിൽ പാമ്പുണ്ടാവും എന്ന് എടുത്തിട്ട് പിന്നെ ചാവാൻ പേടിച്ചു പോയി. ഇത് ചാവാനുള്ള ഒരു പാമ്പ് പിടിച്ചാലും ചത്താൻ പോരെ. കിണറ്റിൽ പാമ്പുണ്ട്, പാമ്പില്ലാത്ത കിണറ്റിൽ പോയി ചാടാ. ഇവിടെ കുറച്ച് പിന്നെ പാരസിറ്റമോളും കഴിച്ചിട്ട്, പിന്നെ പാരസിറ്റമോളാണോ വൈറ്റമിൻ ഗുളികയാണോ കഴിച്ചത് എനിക്ക് സംശയം. പല ബി കോംപ്ലക്സിന്റെ ഗുളികയും മേടിച്ച് കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും സാധനം മേടിച്ച് കഴിച്ചിട്ടുണ്ടാവും. ഗുളിക പോലും ഇരിക്കുമല്ലോ മറ്റേ സാധനം, നമ്മൾ ഈ വയലറ്റ് അലിയിക്കുന്ന സാധനം ഉണ്ടായിരുന്നില്ല പണ്ട് തൊട്ടുള്ള വെള്ള കളറിൽ ഇങ്ങനെ ഒരു ട്യൂബ് ടൈപ്പിൽ കിട്ടും. അതിനകത്ത് ഇങ്ങനെ റൗണ്ടിൽ കുറേ സാധനങ്ങളുണ്ടാവും, അതിന്റെ പേര് മറന്നുപോയി. അങ്ങനെയുള്ള സാധനം കഴിച്ചിട്ടുണ്ടാവും. ഞാനൊന്നും കേട്ടിട്ടില്ല ഇങ്ങനത്തെ പരിപാടിയൊന്നും. റേപ്പ് ചെയ്യുമ്പോൾ ചിരിക്കുക, റേപ്പ് ചെയ്ത കഥ പറയുമ്പോൾ ചിരിക്കുക. എന്തായിരുന്നാലും ശരിയെന്നാ, ഒരുപാട് നീണ്ടുപോയി, ഇത്ര നീട്ടണമെന്ന് കരുതിയല്ല. ജസ്ന സലീം എനിക്കെതിരെ പ്രതികരിക്കാനും തയ്യാറില്ല, വേണമെങ്കിൽ കേസ് കൊടുക്കുകയായിരിക്കും. കേസ് കൊടുത്താൽ അവളെ ചരിത്രം മുഴുവൻ എടുത്ത് കിട്ടിയ വേണ്ട പറയില്ല, അവളെ കൊണ്ട് ഞാൻ വെള്ളം കുടിപ്പിക്കും. എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ എഴുതിപ്പിക്കും. കച്ചവടം നടത്തിക്കാം, കച്ചവടം നടത്തി മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ട്. പിന്നെ ഇവിടെ എന്തായാലും ബോച്ചരെടുത്ത് പോയിട്ടില്ലെന്ന് തോന്നുന്നു. ബോച്ചരെടുത്ത് എന്റെ ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് ഈ സുരേഷ് ഗോപിയുടെ അടുത്ത് ബന്ധമുണ്ടാക്കിയാണെന്ന് വെച്ചാൽ ഒരു ലിങ്ക് ഉണ്ടാക്കിയിട്ട് അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശിക്കുന്നത്. നമ്മളെക്കാൾ കുറച്ചുകൂടെ നല്ല പദവിയിൽ നിൽക്കുന്ന ഒരാള് നമ്മളോട് സ്നേഹവും കാരുണ്യം കാണിക്കുമ്പോൾ ആ മനുഷ്യനോട് നന്ദി ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ പേര് നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുക, അയാളെ മിസ്യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് എന്റെ സൗഹൃദങ്ങളുടെ ബന്ധം പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ നാട്ടിൽ പോയിട്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം. അത് ശരിയാക്കി തരാം, ഇത് ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാനും പറ്റും. പലരും വിളിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന കുറെ ഇന്ന് രാഷ്ട്രീയക്കാരേക്കാൾ വൃത്തികെട്ട അവസ്ഥയിലേക്ക് ഇത്തരം സെലിബ്രിറ്റികൾ മാറുന്നുണ്ട്. അതിൽ നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദികളാണെന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ലാൻസലാം, ഗുഡ് നൈറ്റ്. പറയണ വേണ്ടത് പിന്നീട് ആലോചിക്കാം കേട്ടോ. ഉറക്കം വന്നില്ലെങ്കിൽ ചിലപ്പോൾ വേണ്ടിയാൻ പറ്റും.